ഹായ് കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് പെർസെൻറ്റേജ് ശതമാനം എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. USSനും NMMSനും എല്ലാം വളരെ പ്രയോജനപ്പെട്ട ക്ലാസ്സാണ് ഇത്. തന്നെയുമല്ല 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഈ ക്ലാസ് വളരെയേറെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ടീച്ചർ ഇട്ടിട്ടുണ്ട്. ഇത് പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് ടീച്ചർ ഇടുന്നത്. NMMSൻ്റെ അപേക്ഷ ക്ഷണിച്ചു. USSനുള്ള കുട്ടികളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കും. എന്നിട്ട് ഡേറ്റൊക്കെ ആവാനായി അവസാന നിമിഷങ്ങളിൽ ആകെ എല്ലാം കൂടെ പഠിച്ചങ്ങോട്ട് അവസാനം ടെൻഷനായി കുട്ടികൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം ധാരാളം കുട്ടികൾ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ടെൻഷനായിട്ട് വയ്യ. അപ്പം നിങ്ങൾ ഈ USS പരീക്ഷയുടെ ആണെങ്കിലും NMMS ആണെങ്കിലും ഏത് പരീക്ഷയാണെങ്കിലും നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട. നമുക്കറിയാം ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ പെർസെൻറ്റേജ് നമുക്ക് എന്തായാലും പഠിക്കേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ആദ്യമേ ക്രമമായിട്ട് നിങ്ങളിരുന്ന് പഠിക്കുക. തുടക്കം മുതലേ നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് USS പരീക്ഷ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം നിങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവസാനം എല്ലാ വിഷയം കൂടെ വരുമ്പോഴാണ് പ്രശ്നം. കണക്ക് നമുക്കറിയാൻ കുറച്ച് ടഫാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. പിന്നെ എല്ലാ ക്ലാസ്സും ശരിക്കും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ടീച്ചർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസാണ് ഇപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മെല്ലെ തിന്നാൻ പനയും തിന്നാം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് തുടങ്ങുക. അവസാനം എല്ലാം കൂടെ കൂട്ടി വെക്കണ്ട. നോട്ടിഫിക്കേഷനൊക്കെ വന്നോളും. അത് നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ ശതമാനം അതിൽ നിന്ന് മാറില്ല. ഇത് 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ 5ഉം 6ഉം നിങ്ങൾ പഠിച്ച് തറവാക്കി വെക്കുക. എല്ലാ വിഷയവും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ, കൃത്യമായിട്ട് നോട്ട് ബുക്കൊക്കെ എടുത്ത് എഴുതി അതിൻ്റെ ട്രിക്കുകൾ എഴുതി നിങ്ങളതൊക്കെ റെഡ് ഇങ്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ പ്രത്യേക കളർ കൊണ്ടോ നിങ്ങളത് വരച്ച് ബോക്സ് ആക്കിയിടുക. പിന്നെ പരീക്ഷ അടുക്കാനാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാവോ, ഇത് വെറുതെ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് വലിയ ബേർഡനായിട്ട് വരില്ല. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: ഒരു സംഖ്യ 33.3% വർദ്ധിച്ചപ്പോൾ 2400 സംഖ്യ ഏത്? ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 1500, 1800, 1960, 2000. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതോ ഒരു സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല. 33.3% വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു എങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പം നമ്മളത് കണ്ടുപിടിക്കണം. ഇവിടെ ഏതോ ഒരു സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല, നമ്പർ അറിയില്ല. പക്ഷെ ഒന്നറിയാം, 33.3% വർദ്ധിച്ചു. 33.3% വർദ്ധിച്ചു. അപ്പോൾ വർധനവ് എത്ര എന്നറിയാൻ നമുക്കറിയാം. 100 കൂടിയാണ് വർധനവ് വരിക. കൂടുകയാണെങ്കിൽ 100ന് എത്ര കൂടി, കുറയുകയാണെങ്കിൽ 100ൽ നിന്ന് എത്ര കുറഞ്ഞു. അപ്പോൾ ഇവിടെ 100ൽ നിന്ന് ഓരോ 100നും 33.3 കൂടിയത്. അപ്പോൾ അതിൻ്റെ ചേഞ്ചിങ് പെർസെൻറ്റേജ് വർധനവ് ശതമാനം എന്ന് പറയുന്നത് 133.3% 133 1/3 ആണ് വരുന്നത്. ഇത്രയും എന്താണ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരിക്കലും മിശ്രബിനെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ദ ഫ്രാക്ഷൻ, അതിനെ പിന്നെ മാറ്റണം. എന്തായിട്ടാ? ഇവിടെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് മാറ്റേണ്ടത്. വിഷമ ഭിന്നം. നമുക്കിതൊന്ന് മാറ്റാം. 133നെ 3 കൊണ്ട് ഗുണിച്ചാൽ 399 കിട്ടുക. അതിനോട് കൂടെ 1 കൂട്ടുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 400/3. ഇനി പെർസെൻറ്റേജിൻ്റെ ഒരു 100 കൂടെ ഉണ്ട്. അതവിടെ കിടക്കട്ടെ കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് 4/3 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഏതായാലും നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഇവിടെ പറയാണ്, അങ്ങനെ വർദ്ധിച്ചപ്പോൾ 2400 ഏതോ ഒരു സംഖ്യ 33.3% വർദ്ധിച്ചു. അപ്പോൾ അതിൻ്റെ വർധനവിന് ശേഷമുള്ള സംഖ്യ 2400. അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം. സംഖ്യ നമ്പറിനെ നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കണം? നമുക്ക് 133.3% നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 400/3 ഗുണിക്കണം 100. ഇങ്ങനെ വർദ്ധിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യ നമ്പർ എന്ന് പറയുന്നത് ന്യൂ നമ്പർ, പുതിയൊരു സംഖ്യ കിട്ടും അല്ലേ? അത് 2400 ആണ്.
ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് സംഖ്യ? ആ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സംഖ്യ കാണാൻ ഇങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും സംഖ്യ ഏതാന്ന് നമുക്കറിയില്ല, ഇനി വരുമാനം ഏതാണെന്നറിയില്ല, ഇനി ആകെ കൂലി എത്രയാണെന്ന് അറിയില്ല, എന്തോ ആയിക്കോട്ടെ, ഇതുപോലെ തന്നിട്ട് വർധനവിന് ശേഷമോ കുറവിന് ശേഷമോ ഉള്ളൊരു സംഖ്യ തന്നാൽ നമുക്ക് യഥാർത്ഥ സംഖ്യ കണ്ടുപിടിക്കാൻ എപ്പോഴും ചെയ്യേണ്ടത് ഇതിൻ്റെ വ്യുൽക്രമം കൊണ്ട് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്രോക്കൽ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സംഖ്യ നമുക്കറിയില്ല, സംഖ്യ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, പുറത്തേക്ക് എടുത്തു. സംഖ്യയെ അത് കഴിഞ്ഞ് സമം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ 2400 വർധനവിന് ശേഷമുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 2400 എഴുതി. ഇനി നിങ്ങൾ നോക്കി അറിയാം, ഇവിടെ സംഖ്യയെ 400 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അത് വലതുവശത്തേക്ക് വരുമ്പോൾ 400 കൊണ്ട് ഹരണമായിട്ട് മാറും. ഇവിടെ 3 ഗുണിക്കണം 100 കൊണ്ട് ഹരിച്ചിരിക്കുകയാണ്. അത് നേരെ എന്തായിട്ട് മാറും? ഗുണിക്കണം 3 ഗുണിക്കണം 100 മാറും. അതായത് 400/3 ഗുണിക്കണം 100ന്റെ റെസിപ്രോക്കലാണ് ഇവിടെ വരുന്നത്, വ്യുൽക്രമമാണ് വരുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയാണ്. ഇവിടെ ടീച്ചർ എഴുതുന്നതിൻ്റെ വലതുവശത്തായിട്ട് സ്ഥലം ഇല്ല കേട്ടോ. ശരിക്കും ഒരിക്കലും ഇടതുവശത്തേക്കല്ല നമ്മൾ ക്രിയ എഴുതുക, മാർജിനിലും അല്ല എഴുതുക. നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ വലതുവശത്ത് വർക്ക് ചെയ്യാനുള്ള, നമുക്ക് ക്രിയ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ ടീച്ചർ ബോർഡിൽ ഇത്രയല്ലേ സ്ഥലമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതാണ് 2400 ഗുണിക്കണം 3 ഗുണിക്കണം 100/400. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പൂജ്യവും ക്യാൻസലായി പോയി, വെട്ടിപ്പോയി അല്ലേ? ഇതും വെട്ടി, രണ്ടും ഇരട്ടകളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ വെട്ടിക്കളഞ്ഞു. പിന്നെ ബാക്കി ഡിനോമിനേറ്റർ, അതായത് ഛേദത്തിലുള്ളത് 4 മാത്രമേ ഉള്ളൂ. അപ്പം ഈ 4ഉം ഇവിടെയുള്ള സംഖ്യയായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ നോക്കുക. അപ്പം നമുക്ക് നോക്കാം, 24ഉം 4ഉം നമുക്കൊരു സന്തോഷമായില്ലേ? അവ തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ബന്ധം? 4 4ൽ ഒരു പ്രാവശ്യം. അപ്പം ഇത് വെട്ടിക്കളഞ്ഞു. ഈ 4 കൊണ്ട് 24നെ ഹരിക്കുകയാണ്. ഗുണന പട്ടിക നോക്കിയാൽ മതി. 4 6 24. അപ്പം നമുക്ക് 6 കിട്ടി. ഇനി നോക്കൂ, 6 ഗുണിക്കണം 3 ഗുണിക്കണം 100 മനക്കണക്കാണ്. 6 3 18, 18 ഗുണിക്കണം 100 1800. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമുക്കിത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഏതൊരു കണക്കും ശരിയാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തൊന്നും നല്ലതാണ്. നമുക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്തും റീചെക്ക് ചെയ്യണം, ശരിയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ 1800 എന്ന സംഖ്യ 33.3% വർദ്ധിച്ചു. അതായത് എന്താണ്? അതിൻ്റെ 400/3 ഗുണിക്കണം 100 എത്രയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഈ 2 0 വെട്ടിപ്പോവും, ഇത് രണ്ടും വെട്ടിപ്പോവും. ഈ 3 കൊണ്ട് 18നെ വെട്ടാം, 6. 6 ഗുണിക്കണം 4 എത്രയാണ്? 24. വർധനവിന് ശേഷമുള്ള സംഖ്യ 2400 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇത് നല്ല എളുപ്പമാണ്. ഇത് ടീച്ചർ ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇനി അതല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് 4/3 അങ്ങോട്ട് ആക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ വെറും 4/3 എഴുതിയാൽ മതി. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആയില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത നമുക്ക് നോക്കാം. സംഖ്യ ഒന്നും അറിയില്ല, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 75% 75% എന്ന് പറയുന്നത് 30 ആയാൽ അതേ സംഖ്യയുടെ 125% എത്ര? നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, എങ്കിലും നമുക്കൊന്ന് നോക്കാം. ചില കുട്ടികൾ ചോദിക്കുക, അപ്പോൾ ടീച്ചറെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സാണ്, ഇംഗ്ലീഷിലൊന്ന് പറയുമോ? അപ്പോൾ ടീച്ചർ ആ വേർഡ്സുകളൊക്കെ ഇംഗ്ലീഷിൽ പറയാം. വീഡിയോ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമാണ്. പല കുട്ടികളും ടീച്ചറോട് പറയുന്നുണ്ട്, ആദ്യത്തെ വീഡിയോ കണ്ടവരൊക്കെ എന്നോട് പറയുന്നുണ്ട്, ടീച്ചറെ വീഡിയോ ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഞാൻ കഴിയുന്നത് വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ചോദ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടാൻ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. മലയാളം നിങ്ങൾ എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ചോദ്യം ഇംഗ്ലീഷിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
ആ ക്രിയയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഏതും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഏതോ ഒരു സംഖ്യ. അപ്പം ആ സംഖ്യയുടെ 75 സംഖ്യയുടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കാര്യം ഞാനോട് പറഞ്ഞുതരാം. അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വരിക, ഗുണനാണ് വരിക. സംഖ്യയുടെ 75%, 75/100 എന്ന് പറയുന്നത് 30 അപ്പം ഇത് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഓപ്ഷൻ ഏതാന്ന് നോക്കാൻ, അല്ലേ? അപ്പം ഏതോ ഒരു സംഖ്യ, അതിൻ്റെ 75% 30 ആയാൽ സംഖ്യ ഏത്, ആ നമ്പർ ഏത്? അതായത് 75% നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ 75/100 വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ ഇതേപോലെ ചെയ്തു പോവാം. സംഖ്യ നമുക്കറിയില്ല, സംഖ്യേനെയും കൂടെ മാറ്റി വെച്ചു. അപ്പോൾ സംഖ്യ എഴുതി, സംഖ്യ സമം കഴിഞ്ഞാൽ 30 എഴുതാം. ഇവിടെ ഗുണനാണ്, ഇത് നേരെ ഇവിടെ ഹരണം വരും. ഇത് ഹരണാണ്, ഗുണനം വരും. അപ്പം ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ, വ്യുൽക്രമം. തല തിരിയും. നിങ്ങൾ എന്നോട് കുട്ടികളോട് ചോദിക്കും, എന്താ മക്കളെ റെസിപ്രോക്കൽ, അതായത് വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ കുട്ടികൾ പറയുന്നത് എന്താ അറിയോ? ടീച്ചറെ തല തിരിച്ചിടണം. അതെ, നിങ്ങളുടെ ഭാഷയിൽ തലതിരിക്കുക. എൻ്റെ ഭാഷയിൽ ഞാൻ അങ്ങനെയല്ല പറയുക. അംശം ഛേദമായും ഛേദം അംശമായും. അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായിട്ട് മാറും, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായിട്ട് മാറും, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററായിട്ട് മാറും. അങ്ങനെ ചെയ്യുന്നതാണ് എന്ത്? റെസിപ്രോക്കൽ. അംശം ഛേദമായും ഛേദം അംശമായും ഇവിടെ മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ചിന്ത ഡിനോമിനേറ്റർ നോക്കുക. 75. ആ 75നെ നമുക്ക് മാറ്റി കളയണം, അല്ലേ? അപ്പം എന്തെങ്കിലും വഴിയുണ്ടോ? ഈ 75ന് ഇവിടെയുള്ള ഏതെങ്കിലും സംഖ്യയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ? നമുക്കറിയാം 25ൻ്റെ ഗുണിതമാണ് 75. അതേപോലെ 100ഉം. അപ്പം നമുക്ക് എളുപ്പമായി. 25 കൊണ്ട് 75നെ വെട്ടാം. 3. 25 3 75. ഇനി 25, ഒരു 25 കൂടെ കൂടുമ്പോൾ 100 അപ്പം 25 4 100. ഇനിയും പോയിട്ടില്ലേ ഡിനോമിനേറ്റർ? ഛേദം ഇനിയും കിടപ്പുണ്ട്. ഏതാ കിടക്കുന്നത്? 3. അടുത്ത നമ്മൾ നോക്കണം, ഈ 3ന് അംശത്തിലുള്ള ഏതെങ്കിലും സംഖ്യയായിട്ട് ബന്ധമുണ്ടോ? അപ്പോൾ നമുക്ക് സന്തോഷമായി. ഇവിടെ ഒരു 30 കിടക്കുന്നുണ്ട്, അല്ലേ? അപ്പം 3 30ൽ എത്ര പ്രാവശ്യമാണ്? 10. ബാക്കിയുള്ള അംശം മാത്രമേ ഉള്ളൂ. ഗുണിച്ച് നമുക്ക് എഴുതാം. 10 ഗുണിക്കണം 4 = 40. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? 40ൻ്റെ 75% 30 എന്ന് അറിയണ്ടേ? നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാം. 40 ഗുണിക്കണം 75/100, അല്ലേ? 25 3 75, 25 4 100, 4 10 40, 10 3 30. ഇവിടെ 30 കിട്ടി, ശരി തന്നെയാണ്. സംഖ്യ എത്രയാണ്? 40 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലേ? ഇതേ സംഖ്യയുടെ 125% എത്ര എന്നാണ് ചോദ്യം. അപ്പം നോക്കൂ, 40ൻ്റെ 125%. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കാണണമെങ്കിൽ നമുക്കിവിടെ സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം. 25 4 100, 25 5 125. ഇനി 4 40ൽ 4 10 40, അല്ലേ? മനസ്സിലായില്ലേ? 10 ഗുണിക്കണം 5 എത്രയാ വരിക? 50. അപ്പം നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് വരിക? 50 വരിക. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? കുറേ കൂട്ടുകാരൊക്കെ പറയുന്നത് എന്താ അറിയാമോ? നമ്മളിപ്പം മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ക്ലാസ്സിലിരുന്നല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചില കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ പറയും, ടീച്ചറെ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ? ആ ഒന്നുകൂടെ പറയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ കാണുക. വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ എന്താ ചെയ്യാന്നറിയാവോ? മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും മാറി പേനയും നോട്ട് ബുക്കും ഒക്കെ എടുത്ത് ശ്രദ്ധിച്ചിരുന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ ആയല്ലോ? അപ്പം നമുക്ക് ഇവിടെ സംഖ്യ കിട്ടി. ഒരു സംഖ്യയുടെ 75%, സംഖ്യ 40 കിട്ടി. അതേ സംഖ്യയുടെ 125% എന്ന് പറയുന്നത് 50. ഒരു ചെറിയ കണക്കും കൂടെ നോക്കാം, അല്ലേ? ഒരാൾ 150 ഓറഞ്ച് വാങ്ങിയതിൽ 6 കേടായിപ്പോയി. ആകെ 150 ഓറഞ്ച് വാങ്ങി, 6 എന്ത് ചെയ്തു? കേടായിപ്പോയി. എങ്കിൽ കേടായതിൻ്റെ ശതമാനം എത്ര? അപ്പം നമുക്കറിയാം, ആകെ വാങ്ങിയത് 150, കേടായത് എത്രയാണ്? 6 കേടായത്. അപ്പം നോക്കാം, അപ്പം ഇതിനെ കേടായതിൻ്റെ ശതമാനം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ചെയ്യേണ്ടത്, നമുക്കറിയാം ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 150ൽ 6നെ
എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 ഗുണിക്കണം 100/150 വരുന്നത്. നമുക്ക് ആദ്യം ഈ 0 കൂടെ വെട്ടിക്കളയാം. പിന്നെ നമുക്ക് നോക്കാം ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലേ? ഇത് 5ൻ്റെ ഗുണിതങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ 5 10ൽ 2 പ്രാവശ്യം, 5 15ൽ 3 പ്രാവശ്യം. ഇനി 3 അവിടെ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഈ 3ന് ബന്ധമുണ്ടോ നോക്കുക. 6ഉമായിട്ട് ബന്ധമുണ്ട്. അപ്പം 3 6ൽ എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. അപ്പം നോക്കൂ, 2 × 2 എത്രയാണ്? 4% വരുന്നത്. അപ്പം കേടായതിൻ്റെ ശതമാനം എത്രയാണ്? 4%. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഇന്നെടുത്ത പെർസെൻറ്റേജ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ചോദ്യങ്ങൾ എഴുതി ഉണ്ടാക്കി പഠിക്കണം. എന്നോട് ഒരു കുട്ടി പറഞ്ഞു, ടീച്ചർ ഇട്ട ചോദ്യങ്ങൾ പോലെ അതേപോലെ സംഖ്യകളൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറെ ഇതുപോലെ ചെയ്ത് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് കണക്ക് എനിക്ക് ഈസിയായി എന്ന് യൂട്യൂബിൽ എനിക്കൊരു കമൻറ്റ് വന്നു. ഇതുപോലെ ധാരാളം കുട്ടികൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ടീച്ചറുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. പിന്നെ ടീച്ചർ ഈ വീഡിയോ തന്നെ വേറെ എടുത്തിരുന്നു, അതിൽ വോയിസ് കിട്ടാഞ്ഞിട്ട് വീണ്ടും ടീച്ചർ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ പല പ്രശ്നങ്ങളും നമുക്കറിയാലോ, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ നമ്മളുടെ മനസ്സ് ഡെസ്പായി പോകും. അപ്പോൾ ഒരു നിരാശയൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രയാസം വരും. പക്ഷേ എങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അപ്പോൾ ഇത് വീണ്ടും ടീച്ചറെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഇനിയും അടുത്ത വീഡിയോകളിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.